ഹായ്, ട്രാവൽ വിത്ത് യൂസഫ് നീലഗിരിയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ തേയിലത്തോട്ടമാണ്. അപ്പോൾ ഇന്നിവിടെ നമുക്ക് ജോലിക്കാരൊക്കെ ഉണ്ട്, തേയില എടുക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ തേയിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെട്ടി കളയുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോട്ടം ഒന്ന് കാണാം ആദ്യം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തോട്ടം ഒന്ന് കണ്ടിട്ട് വരും. ഒരു ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഉള്ളത്. ഇത് ഞങ്ങൾ 1992 കാലഘട്ടങ്ങളിൽ എൻ്റെ ഉപ്പ മേടിച്ചതാണ്. കുടുംബസ്വത്താണ്. അപ്പോൾ നമുക്ക് തേയില വെട്ടുന്നതൊന്ന് കാണാം. കത്തി വെച്ചാണ് വെട്ടുന്നത്. ഇങ്ങനെ വെച്ച് വെട്ടിയിട്ട് അവരുടെ മടിത്തട്ടിലേക്ക് ഇടും, അല്ലെങ്കിൽ ചാക്ക് വെച്ചിട്ട് ചാക്കിലേക്കാണ് ഇടുന്നത്. വെട്ടുന്ന സമയത്ത് മറ്റു മരങ്ങളുടെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കണം. സാധാരണഗതിയിൽ ഒരു 22-24 ദിവസം കൊണ്ടൊക്കെയാണ് എടുക്കാറ്. പക്ഷേ ഇത് ഇച്ചിരി വഴുകി പോയിട്ടുണ്ട്. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണിക്കാരെ കിട്ടാനും അതുപോലെ ചപ്പെടുക്കുന്ന തേയില കയറ്റി പോകുന്ന വണ്ടി വരാത്ത കാരണം കൊണ്ടൊക്കെ ഇച്ചിരി എടുക്കാൻ വഴുകി പോയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ തോട്ടത്തിൽ ഒരുപാട് കുരുമുളക് വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ വന്നതിൻ്റെ കാരണത്താൽ വള്ളികളൊക്കെ പോയി. ഇപ്പോൾ കുരുമുളകൊക്കെ വളരെ കുറച്ചേ തോട്ടത്തിലുള്ളൂ. വള്ളികളൊക്കെ കേടായിപ്പോയി. തോട്ടം നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ നോക്കണം. കാട് കച്ചറയൊന്നും കയറാതെ കാടൊക്കെ വെട്ടിക്കൊടുത്തും മരുന്നൊക്കെ അടിച്ച് എപ്പോഴും തോട്ടത്തിലുള്ള പുല്ലും കച്ചറയൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. എന്നാലേ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. അതുപോലെ അട്ടയും മറ്റൊന്നുമില്ലാതെ ഇരിക്കണമെങ്കിൽ തോട്ടത്തിൽ വലിയ കച്ചറയും കാടൊന്നും ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ നമുക്ക് അട്ടയും മറ്റുള്ള ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. തോട്ടത്തിനിടക്ക് നിങ്ങൾ നീളത്തിൽ കാണാൻ കഴിയും ചാല് വെട്ടി കൊടുത്തത്. നമുക്ക് തേയിലയൊക്കെ വെട്ടുന്ന തേയിലയൊക്കെ ചാക്കിലാക്കി എടുത്തുകൊണ്ട് റോഡിലേക്ക് കൊണ്ടുപോകാനും ഇടയിലൂടെ നടന്ന് രണ്ട് സൈഡിലേക്കുള്ള തേയിലയിൽ നിന്നും തേയില വെട്ടിയെടുക്കാനും വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഇടയിലൂടെ വെട്ടി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് സംഭരിക്കുന്ന തേയില ഫാക്ടറിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിലും ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പുതുതായി നമ്മൾ ഫാക്ടറിയിലും തേയില കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
4-5 വർഷം കൂടുമ്പോൾ നമ്മൾ തേയില ഇതുപോലെ വെട്ടി കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് കിളിർത്ത് വരുന്ന ഇതാണ് പിന്നെ നമ്മൾ മട്ടം ലെവൽ ചെയ്ത് തേയില എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തണൽ മരമായിട്ട് ഇടയിലൊക്കെ കാറ്റാടി മരങ്ങളാണ് വെച്ചിട്ടുള്ളത്. തോട്ടത്തിൻ്റെ നടുഭാഗത്തായിട്ട് നല്ലൊരു മൂച്ചിയുണ്ട്. അപ്പം മൂച്ചി ഇപ്രാവശ്യം വെട്ടി കൊടുത്തിട്ടില്ല. നല്ല മാങ്ങ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് മൂച്ചി വെട്ടാതെ അങ്ങനെ വിട്ടതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.